ഫോണിക്ക് എങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചത്? കൈക്കൊട്ടു പെണ്ണെ കുഞ്ചുമാലയിട്ട് കൈക്കോട്ട്. ഞങ്ങൾ യാത്ര തുടരുന്നു. അടുത്ത ഞങ്ങൾ പോകുന്ന ഒരു സിനിമക്കാണ്. മമ്മൂക്കയുടെ സിനിമയുടെ പേര് ഡൊമിനേറ്റ്. അതിൽ നമ്മളെ അയാസ് ഭായി ഒരു പാട്ട് പാടും. അത് കാര്യമായ പാട്ടുകാരന് ജലദോഷം, സുന്ദരി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ പോകുന്നുള്ള കാസർഗോഡ് ചെർക്കള കർച്ചേരി ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്, ചായ കുടിക്കുന്ന കാര്യമായ പ്ലേസ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് പിന്നെ എൻ്റെ അളിയനുണ്ട്, അളിയൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അയാസ് പിന്നെ ബാത്തിയായിട്ട്. അപ്പോൾ ഞാൻ ഓരോ പരിചയപ്പെടുത്താറാം. ഇങ്ങനെ നമ്മളതിൽ ഒരു ഹയാസ് വെച്ച് അങ്ങനെയുണ്ട്. അപ്പോൾ ഓനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തരാം. നമ്മളെ വണ്ടിയെല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അളിയൻ്റെ വണ്ടി MG, പിന്നെ XS ഉണ്ട്, എൻ്റെ ഡൂക്ക് 390 ഉണ്ട്. പിന്നെ ഒരു നമ്മളെ ചങ്ങയുടെ ഹയാസ് ഞാൻ പരിചയപ്പെടുത്തരാം. अस्सलाम वालेकुम അയാസ് ഭായ്, മാഷാഅല്ലാ മാഷാഅല്ലാ ബഹുത് അച്ഛാ ദിഖ് രഹാ ഹൈ നാ ഗൈസ്. ഇത് ഫ്രണ്ടാണ് അയാസ്. പിന്നെ നമ്മളെ ബാത്തി ഭായി ഉണ്ട്. ബാത്തി ഫുൾ റൈഡറാണ് ഗൈസ്. ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ട് ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും ബാത്തി, എന്തായി സുഖമല്ലേ? പിന്നെ നമ്മളെ ഇത് അയാസ് ഭായിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ലൊരു ചങ്ങ, ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട് ചങ്ങ. നമ്മളൊക്കെ മുമ്പ് കളിച്ചുകൊണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2-3 കൊല്ലം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ കുറച്ച് കാലിലേക്ക് ഫ്രാക്ചറായിട്ട് കുറച്ച് ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 2 സ്റ്റിക്ക് പിടിച്ചിട്ട് ഇപ്പോൾ നടക്കുന്നുള്ളത്. പക്ഷെ നാളെ ഒരു സർജറി ഉണ്ടെന്ന് പറയുന്നുണ്ടായിന്. അയാസ് ഭായ്, നാളെ എന്തൊക്കെ അത് സർജറിക്ക് പോകുന്നില്ല പറഞ്ഞു? കോയമ്പത്തൂരോ? ഇത് കാലിൻ്റെ ഫുൾ സർജറിയാ? ഇൻഷാല്ലാ എല്ലാവരും നമ്മളെ ഹയാസ് ഭായി വേണ്ടി ഇതുമായിരിക്കാം. പിന്നെ അവിടെ കഴിഞ്ഞത്ര പെട്ടെന്ന് ഒരു ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കാലിൽ നടക്കാൻ കഴിയുന്ന പോലെ ഈ സ്റ്റിക്ക് ഒഴിവാക്കിയിട്ട് നടക്കാൻ പോകുന്ന പോലെ എല്ലാവരും ഇതുമായിരിക്കാം. പിന്നെ ഗൈസ് എല്ലാവരും ദുആ നമ്മൾ അയാസ് ഭായിക്ക് വേണ്ടിയിട്ട് വേണം. പിന്നെ അതുകൊണ്ട് ഗൈസ് ഞാൻ ഇന്ന് പോകുന്നുള്ള കർച്ചേരി കാസർഗോഡ് ഹിഡൻ സ്പോട്ട്. അതൊരു ചായ കുടിക്കാനുള്ള സ്പോട്ട്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മഞ്ഞയും മലയെന്ന് പറയുന്ന കേട്ടിന്, കുറേ റീൽസെല്ലാം കണ്ടിന് ഞാൻ കാര്യമായ ഹിഡൻ സ്പോട്ടിൽ നിന്ന്. പിന്നെ ഫൈനലിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസ് എല്ലാം അവിടെ പോയിട്ടായിട്ട് നമ്മൾ കാണാം ഗൈസ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഹെൽമെറ്റെല്ലാം ഇട്ടിന്, പിന്നെ വലക്കാവ് ഇട്ടിട്ടുള്ള. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇപ്പോൾ റെഡി ആയിട്ടിട്ട് ഇപ്പോൾ ലൊക്കേഷൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് റൂട്ട് കൂടി പോകുന്ന റൂട്ട് നമുക്ക് അറിയാമല്ലോ, അത് ലൊക്കേഷൻ നോക്കിയിട്ടായിട്ട് ആ റൂട്ടിൽ തന്നെ ഇങ്ങനെ പോവാം ഗൈസ്. ഏത് റൂട്ട്? ചെർക്കള റൂട്ടോ? നമ്മൾ നേരെ ഇവിടുന്ന് ഉപ്പളയിൽ കുമ്പള പോവാം. കുമ്പളയിൽ നിന്ന് ബദിയെടുക്ക വഴി നേരെ കരിച്ചറ അല്ല. ഇപ്പോൾ ഫൈനലി ലൊക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇവിടെ. നമ്മളാ ബാത്തി സൈഡ് കൊച്ചിക്കാരാ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 39 കിലോമീറ്റർ. കുമ്പള നല്ല റോഡ്. അതിനേരില്ല കാറ്റടിക്കുന്ന ഗൈസ്. ഫൈനലി ഫ്യൂൽ എടുക്കാൻ വേണ്ടി പമ്പിൽ പോയിട്ടുണ്ടായിന്. അവിടെ പമ്പിൽ പോയിട്ട് ഫ്യൂൽ അടിച്ച് എന്നിട്ട് കാറ്റടിക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ വണ്ടി കുറച്ച് കാറ്റ് കുറവുണ്ടായിന്. അങ്ങനെ കാറ്റടിക്കാൻ പോയിട്ടാകുമ്പോൾ അവിടെ കംപ്രസർ എടുക്കാന് വണ്ടീൻ്റെ. അപ്പോൾ കാറ്റടിക്കാൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നേരെ ഞങ്ങൾക്ക് പോകുന്നുള്ളത്. ഇപ്പോൾ കുമ്പളി പെട്രോൾ പമ്പിൽ അവിടെ കാറ്റടിക്കുന്ന സംഭവം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് കാറ്റടിക്കണോ? ഇവിടെ ശരിയാ പാസ്സായി കഴിച്ചു. ഇവിടെ ഭയങ്കര ട്രാഫിക് ഇവിടെ നോക്കിയാൽ ഫുൾ ബ്ലോക്ക്, വണ്ടി പോകാൻ കഴിയുന്നില്ല. അത് റോഡിൻ്റെ ഡാമർ ഇട്ടുകൊണ്ട് ആ സൈഡ് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ട് എല്ലാം ഒന്നിച്ചിട്ടായിന്. പാലത്തിൻ്റെ പണി ഇടാൻ വരും, പക്ഷേ ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഭയമില്ല. ആകെ ഈ റോഡിലുണ്ട് ചെറിയ മണ്ണക്കട്ട റോഡ് പോലത്തെ ഇതാക്കി ഫുള്ള് കുണ്ടുപോയി റോഡ്. ഒരു കുണ്ടുപോയി റോഡിനെ കുറച്ചെങ്കില്ല എന്തെങ്കിലും ലെവലാക്കിയിട്ട് മൂടിയിട്ടെങ്കിലേ വണ്ടി പെട്ടെന്ന് സ്പീഡായിട്ട് ഇപ്പോൾ ഈ വണ്ടി എല്ലാം ബ്രേക്ക് അടിച്ച് സ്ലോ ആയിട്ട് മെല്ലെ പോകേണ്ടി വരുന്നത്. ഞങ്ങൾ ആരിക്കാടി പുതിയ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ വന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഓവർ ബ്രിഡ്ജിന് ഏകദേശം പണി കഴിഞ്ഞിപ്പോൾ. അപ്പോൾ ഓവർ ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അലുവിനെ പോയി തന്നെ കട്ടടിച്ചിട്ട്. അപ്പോൾ അലുവിനെ പിടിക്കണോ? അങ്ങനെ കാഴ്ചപ്പോൾ ഇവിടുത്തെ റോഡ് നല്ല ക്ലിയർ മജ്ജായിന്. ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് കുമ്പളേക്കുള്ള ഹൈവേ ആണിത്. അപ്പോൾ സർവീസ് റോഡിൻ്റെ താഴെ വരുന്ന സർവീസ് റോഡ്. അപ്പോൾ സർവീസ് റോഡ് പോയിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട് സർവീസ് റോഡ് ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. ആൾക്കാർ ലോക്കൽ റിക്ഷേഴ്സ് എല്ലാം ഇപ്പോൾ അതേ റൂട്ടായിട്ട് പോകുന്നല്ലേ. അപ്പോൾ ഈ അർജൻറ്റുള്ള എമർജൻസി ഉള്ള റൂട്ടെല്ലാം പെട്ടെന്ന് നമുക്ക് ഇവിടെ പോയിട്ട് എത്താം. അയാസും ബാത്തി ഒരേ സ്കൂട്ടറിൽ പോയിക്കൊണ്ട് പാപ്പ നോക്കിയേ മുമ്പ് നല്ല ആക്റ്റീവ് ഉണ്ടായി ചങ്ങായി, നല്ല ബൈക്കിലും സ്കൂട്ടറിൽ പാരിക്കൊണ്ടതിന്. അതിങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടാകുമ്പോൾ എനിക്ക്
ചങ്ങായിമാരല്ലാത്ത വേറെ ആരും ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ല അവർക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ റൈഡ് പോകുമ്പോൾ എവിടെയെങ്കിലും ചുറ്റാൻ പോകുമ്പോൾ അവനെ കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെ നേരെ ഒരു ബാലൻസ് ആയിട്ട് നടക്കാനില്ല. എന്തില്ലെങ്കിൽ ആ സ്റ്റിക്കുള്ള കൊണ്ട് അവന് കുറച്ച് മൂവ്മെൻറ്റ് ആക്കുന്നു, നടക്കുന്ന സ്റ്റിക്കുള്ള കൊണ്ട് കുറച്ച് മൂവ്മെൻറ്റ് ആക്കുന്നവന്. അങ്ങനെ ഇന്ന് അവനിക്ക് അവിടെ ഇന്ന് സൺഡേ അല്ല, അപ്പോൾ പോലിരുന്നിട്ട് ബേജാറായിക്കോണേ എനിക്ക്. അപ്പോൾ ഞാൻ എന്താക്കി അവനെ കർച്ചേരി അവിടെ ഹിഡൻ സ്പോട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്ലാനാക്കി ഞാനും അളിയനും. അങ്ങനെ ഞാനും അളിയനും പ്ലാൻ ആക്കിയിട്ട് അവനെ കർച്ചേരി അവിടേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫൈനലി കുമ്പള ജംഗ്ഷൻ എത്തി. ഇവിടെ വലിയ ട്രാഫിക് ഒന്നും ഇല്ല ഇന്ന്. അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നുള്ളത് ഇപ്പോൾ സീതൻകുളി വഴിയായിട്ട് ചെർക്കളായിട്ട് അതിൻ്റെ കർച്ചേരി ആ റൂട്ടായിട്ട് അങ്ങനെ പിടിക്കുക. അതാകുമ്പോൾ ഈ റോഡ് നല്ല റോഡ്, ക്ലിയർ റോഡ് ഇത്. ഇപ്പോൾ ട്രാഫിക് ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ കുണ്ടുപോയി അങ്ങനത്തെ ഒന്നും ഇല്ല, ഫുള്ള് പുതിയ റോഡ് ഇപ്പോൾ ഇത്. ഇതൊക്കെ ഞങ്ങൾ കുമ്പള പെട്രോൾ പമ്പിലേക്ക് വന്നിട്ടുണ്ട്. വണ്ടിയിൽ കാറ്റ് കുറച്ച് കുറവുണ്ട്. അങ്ങനെ കാറ്റടിക്കാൻ വേണ്ടി പമ്പിലേക്ക് വന്നിട്ടുള്ള അതിൽ എൻ്റെ പഞ്ചറടിച്ച് വന്നത്. അപ്പോൾ ഹെയർ ഇടാൻ മറന്നു തോന്നി. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി കുറച്ച് ഹെയർ കുറവായിട്ടുള്ള അങ്ങനെ ഇതാ പമ്പിൽ കാറ്റിട്ടുകൊണ്ട്. അപ്പോൾ എൻ്റെ കാറ്റ് ഫുള്ളുണ്ടാ കുറവുണ്ടോ അറിയാലോ. അപ്പോൾ ചെക്കാക്കാം ഇങ്ങനെ കുറഞ്ഞില്ല എന്ത് കഥയായിട്ട്. ഫ്രണ്ടും കാറ്റിടേണ്ടി, ഫ്രണ്ടും കാണുന്നില്ല. ഇപ്പോൾ രണ്ട് വണ്ടിയും കാറ്റ് കുറഞ്ഞിന് ഗൈസ്. പിന്നെ കർച്ചേരി പോകുന്ന റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ളില്ല, ഇവിടെ കുണ്ടും കുയ്യമോ അടൽ നോക്കിയ ഗൈസ് ഫുള്ള് ഇതോ ഫുള്ള് മണ്ണെടുത്തില്ല. അവിടെ എന്തോ റൂട്ട് ചേഞ്ച് ആക്കാൻ തോന്നുന്നു, ഇതിൽ കൂടി റോഡാക്കുന്നു തോന്നുന്നു. അവിടെ സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടി ഇപ്പോൾ തിരിഞ്ഞോണ്ട് മറിഞ്ഞോണ്ടുള്ള റോഡ്, ചർക്കള റൂട്ട് ഇത്. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഇപ്പോൾ കർച്ചേരിക്ക് എത്താനായി തോന്നുന്നു ഇവിടെ. അപ്പോൾ അയാസ് അളിയനെല്ലാം ഫ്രണ്ടിൽ പോയിക്കൊണ്ട്, അപ്പോൾ വേറെ ബാക്കിൽ ഞമ്മണ്ട് ഇന്റർലോക്ക് ഇട്ടുള്ള റോഡ്. കർച്ചേരിന് കുറേ റീൽസ് എല്ലാം കണ്ടിന് ഇവിടെ. എന്തില്ലെങ്കിൽ നല്ല ഹിഡൻ സ്പോട്ട്, ചായ കുടിക്കാനുള്ള പ്ലേസ്, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മലവും മഞ്ഞും. ഞങ്ങൾ വരുമ്പോൾ ലേറ്റായി പോയി. അസർ ചായ കുടിക്കാൻ വന്നില്ല. മോർണിംഗ് രാവിലെ തന്നെ ചായ കുടിക്കാൻ വരുന്നുണ്ടെങ്കിലേ അതൊരു പാങ്ങ് തന്നെ, എന്തെങ്കിലും മഞ്ഞു തണുപ്പുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോരുന്നത് ഇപ്പോൾ 4 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞ്. ഒരു ഈവനിങ് ടീ എന്ന് പറയാം, വേറെ എന്ത് പറയണ്ടേ. ഈ പാലം നമ്മളെ കർച്ചേരിക്ക് പോകുന്നുള്ള പാലം, പഴയ പാലം വയ്ക്കുക. റോഡ് കുറച്ചൊക്കെ കൊണ്ടുപോയുള്ളത്, പക്ഷെ പാലം നല്ല പാങ്ങുണ്ട് വയ്ക്കുക. ഒരു നല്ലൊരു വൈബ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ. അപ്പുറം ഇപ്പുറം ഫുള്ള് വെള്ളം, ഇതുള്ള മറ്റേ ഫുള്ള് വെള്ളമുള്ള. ഗൈസ് ഫൈനലി ഞങ്ങൾ ഇപ്പോൾ കർച്ചേരി ഹിഡൻ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അളിയന് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവരും റീൽസൊക്കെ കാണലുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര ഹിഡൻ സ്പോട്ട്, ഭയങ്കര ചായ കടി, ഭയങ്കര ഫുഡെല്ലാം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അത് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കിട്ടുന്നുണ്ട് നിങ്ങൾ കാണണ്ടേ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണിച്ചു തരും. ഗൈസ് ഫൈനലി ഇതാണ് കർച്ചേരിൻ്റെ ഹിഡൻ സ്പോട്ട്. അപ്പോൾ ഈ സൈഡ് കാണുന്നില്ല, ഫുള്ള് മല കാണുന്നില്ല ഗൈസ്. അപ്പോൾ റോഡ് സൈഡാണ് ഇപ്പോൾ വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വന്ന ഈ റൂട്ടാണ്, ഈ റൂട്ടിൽ ഓടിയിട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അവിടെ കുറേ ഷോപ്പെല്ലാം ഉണ്ട്. ചായ കടി, പിന്നെ ജ്യൂസ്, അവിൽ മിൽക്ക്, എല്ലാ ഷോപ്പും ഇവിടെ ഓരോന്നായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് വേണം ഫുഡ് കഴിക്കാൻ ഇവിടെ അവിൽ മിൽക്ക്, ഓംലെറ്റ്, എല്ലാ ചായക്കടികൾ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഫ്രണ്ടിലുള്ളത് നടന്നിട്ട് പോയിക്കൊണ്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ കൂടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി കാര്യമായ പ്ലേസ് എല്ലാം ഉണ്ട് അവിടെ എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം. ഫൈനലി നമ്മൾ അയാസ് ഭായി ഉണ്ട്, എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുള്ളത് കാര്യമായ മല. അപ്പോൾ കാര്യമായ കുണ്ടുണ്ട് ഗൈസ് ഇവിടെ താഴെ നോക്കിയ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ആ കുണ്ടിൽ ഒരു പുരയുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് സൂം ആക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഫൈനലി ആ കുണ്ടിൽ ഒരു പുരയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കാര്യമായ വൈബ് ഗൈസ്. ഇവിടെ നല്ല കാറ്റും നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഫൈനലി നേരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി 35 കിലോമീറ്റർ വരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്ന പ്ലേസ് ഉപ്പളേന്ന്. അപ്പോൾ ഇവിടെ കാര്യമായ ചായയും കടിയും കിട്ടുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിന്. ഒരു ചായ കുടിക്കാൻ വേണ്ടി വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഞാനും എൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ രണ്ടാളിങ്ങനെ നടന്നിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ചായയും കടിയും നോക്കി ടേസ്റ്റ് ആക്കാം എങ്ങനെയുണ്ട്. അയാസ് ഭായി ഉണ്ട് ഇതൊക്കെ. അയാസ് ഭായിക്ക് എന്ത് പണിയില്ല, വാങ്ങി ചായ കുടിക്കാൻ വേണ്ടി 35 കിലോമീറ്റർ വന്നിന് അയാസ്. ഇവിടുത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ കല്ലുമ്മക്കായി എല്ലാം ഉണ്ട് ഇവിടെ. എന്തെല്ലാം കളിയാ
ഇതെല്ലാം നാട്ടിൽ കിട്ടുന്ന എന്നിട്ട് ഈ തീരാന്ന് നോക്കാം എടുക്കുന്നില്ല തിന്നാൻ വേണ്ടി ഐഡിയ ആയിരുന്നു ഈ പുതിയ ആപ്പിളിൻ്റെ അയാസിൻ്റെ ഐഡിയ സ്വന്തം ഇച്ചാൽ വീടുണ്ട് ആട് ചായ കളിക്ക് 35 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗായ്സ് ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരും ഗായ്സ്. ഇത് കട്ടൻ ചായ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പാണ് എന്താ അല്ല ഫൈനലി കട്ടൻ ചായ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിടാം. അപ്പോൾ കട്ടൻ ചായ ഓംലെറ്റ് എല്ലാ ബൂസ്റ്റും ഉണ്ട്, ബൂസ്റ്റ് ഹോർലിക്സ് എല്ലാം ഉണ്ടാവുക. അയാസ് എന്താ ഓർഡർ ആക്കുന്നത്? കട്ടൻ ചായ. ഗൈസ് ഫൈനലി അയാസ് ഭായിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ കുറച്ച് ഓരോ ബാക്ക് സ്റ്റോറി കുറേ ഉണ്ട്. അതെന്തുള്ള സ്റ്റോറി അറിയണ്ടേ. അപ്പോൾ എനിക്ക് എങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചത് അത് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ എല്ലാ സ്റ്റോറി ഈ ചാനലിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഗൈസ്. 2 കട്ടൻ ചായ കല്ലുമ്മ കഴിഞ്ഞോ? കഴിഞ്ഞാ കല്ലുമ്മ കഴിഞ്ഞത്. അപ്പോൾ 2 കട്ടൻ എടുത്തോ. അങ്ങനെ കളി തന്നെ മസാലപ്പൊരി തിന്നുന്നുണ്ട്. എങ്ങനെ കളിയാ മസാലപ്പൊരി എങ്ങനെയുണ്ട്? എന്താങ്കിലേ നമ്മളെ കിട്ടല്ല ഇത് നമ്മൾ മലയാളി ഉണ്ടാക്കി ഓരോ കൈ കൊണ്ട് തിന്നുന്ന ടേസ്റ്റ് അല്ല എവിടെ കിട്ടല്ല. ഗൈസ് ഫൈനലി നമ്മളെ അലിയൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ മസാലപ്പൊരിയെ കുറിച്ചിട്ട്. ആ മസാലപ്പൊരി നമ്മുടെ മലയാളി എത്ര ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് കിട്ടില്ല. അത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ബയ്യന്മാർ ഓരോരല്ല ഓറാണിപ്പോൾ ടേസ്റ്റ്. അടുത്ത നമ്മളെ ഉപ്പളത്തെല്ലാം കുറേ ഉണ്ട് മറ്റേ മസാലപ്പൊരി പാനിപ്പൂരിൻ്റെ കുറേ ഷോപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ ടേസ്റ്റ് എല്ലാം കാര്യമായി ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഒരു മധുരവും പിന്നെ പുളി അങ്ങനത്തെ കുറേ ടേസ്റ്റ് ഓരോ ചെയ്യുന്നുണ്ട്. ആയാ ആയത് ഫുള്ള് ബാറ്റിംഗ് അല്ലേ ആസ? മാഷാല്ലാ. എന്ത് ആംലെറ്റ് സ്പെഷ്യലാ? മക്കിൻ്റെ ആംലെറ്റാ? മക്കി പാടുള്ള ഇവിടെ പോയത്ത് പോയില്ലല്ലേ, ഉറൂസിന് പോയിട്ടുള്ള. അതാ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ ഗൈസ്, കാര്യമായ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ. ഫുള്ള് മഞ്ഞ് മാത്രമില്ല, പിന്നെ മനോഹരമായ മലയുണ്ട്. രാവിലെ വന്നെങ്കിലേ നല്ല വൈബ് കിട്ടിയിട്ട്. എന്ത് വീഡിയോ ആക്കണ്ടേ? എങ്ങനെ വീഡിയോ തിന്നെന്താ തിന്ന വീഡിയോ വേറെ എന്താ എടുക്കണ്ടേ? അല്ല അയച്ചല്ലോ ആ റോഡിന് ഫുൾ ആസ് നമ്മളെ പ്ലാൻ ആയിക്കൊണ്ടുള്ള എങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആസ് അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിട്ട് ആഹാ നല്ല വാങ്ങുന്നുണ്ട്. ബലത്തിൽ കാണുന്ന ഗൈസ് ഫൈനലി നമ്മൾ അയാസ് ഭായി ഒരു പാട്ട് പാടും. അത് കാര്യമായ പാട്ടുകാരന് പണ്ട് നല്ല കുത്തുപുത്തരാത്തിലോൺ ഫസ്റ്റ് ഓണെങ്കിൽ ഒരു കപ്പ് ഒരു പ്ലേറ്റ് ഗ്ലാസ്സിൽ കിട്ടുകൊണ്ടതിന്. അപ്പോൾ അയാസ് ഭായി ഇപ്പോൾ നമ്മളെ കർച്ചേരി ചായ ഹിഡൻ സ്പോട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് വൈബ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയാസ് ഭായി നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എന്താക്കൂ സ്പോൺസർ ആക്കോ പാട്ട് ഡെഡിക്കേറ്റ് ആക്കൂ ഗായ്സ്. അപ്പോൾ നമ്മൾ അയാസ് ഭായിയെ കൊണ്ട് 10 ലൈൻ ഒരു പാട്ട് പാടിപ്പിക്കാം ഗായ്സ്. അയാസ് ഭായ് കമോൺ റെഡിയല്ലേ പാട്ട് പാടാൻ? 2 പാട്ടുകാരുണ്ട്, ഒരു അയാസും പിന്നെ നമ്മളെ മിസ്റ്റർ ഏത് കുത്തുപത്ത് ബാത്തിയുണ്ട് ഗായ്സ്. പാട്ട് പാടാൻ വേണ്ടി ഇരുന്നിട്ടില്ല, മുട്ട തീർന്നു ഇടാ. അയാസ് ഭായ് ഒരു 2 ലൈൻ ഒരു 2 ലൈൻ ഒരു പാട്ട് പാടും. ഏത് പാടുന്നു? ഫ്ലോപ്പായി ഗായ്സ്, ഫ്ലോപ്പായി. കണ്ണുപിള്ള കണ്ടിട്ടാകുമ്പോ അയാസിന്റെ പാട്ടിന്റെ സൗണ്ടേ മാറി. പാട്ടേ വരുന്നില്ല അയച്ചു കൊടുക്കുന്നതാ. ജലദോഷം അത് മൈക്കിലല്ല കാര്യമായി ക്ലിയർ വോയിസ്. അങ്ങനെ പാടാല നടന്നിട്ട് വരുമ്പോ ഒരു ഫീലിങ്സ്. പണ്ട് ഉപ്പള സ്കൂളിലൊക്കെ അങ്ങനെ പോയിക്കൊണ്ടാകുമ്പോല പിന്നെ ബാത്തി പാടും. ബാത്തി ഒരു പാട്ട് പാടും. ഉസ്താദ് ഒരു ചെറിയ മൈക്കിങ്ങനെ പിടിച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ മാത്രം ഒറ്റക്കിരിക്കുമ്പോ പാട്ട്
അലിയാൻ പാടോ ഫൈനലി 2 ജ്യൂസ് ഓർഡർ ആയി കാര്യമായ അവിൽ മിൽക്ക് ഗൈസ് എങ്ങനെയോ അവിൽ മിൽക്കിന്റെ എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നമ്മ ഫീഡ്ബാക്ക് അറിയാം എങ്ങനെയുണ്ട് ജ്യൂസ് എങ്ങനെയുണ്ട് വെറുതെ കുറിച്ച് ഒപ്പാക്ക് ബായിക്ക് വെച്ചിട്ടല്ലോ ബായിക്ക് വെക്കണ്ട ഒപ്പന്നാക്കി ഗൈസ് ഈ അവിൽ മിൽക്ക് കുടിച്ചിട്ടായിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന് യോപ്പ എന്തോ ഒരു ടേസ്റ്റാ നല്ല കാര്യമായ അവിൽ മിൽക്ക് ഗൈസ് എല്ലാവരും പേര് വിസിറ്റ് ആക്കാം കർച്ചേരി റിയാസും തട്ടുകട വരാം അവിൽ മിൽക്കും കോഴിച്ചങ്ക് തിന്നാം അല്ല കോഴിച്ചങ്ക കടിയും കോഴിച്ചങ്ക് ചായ കാടുമുട്ട കൽമക്കായല്ലേ കൽമാസ് അല്ലേ എന്ത് കാസർഗോഡിന് സ്പെഷ്യൽ കൽമാസുണ്ട് കഴിച്ച് ഞാൻ കണ്ടിട്ട് എന്ത് കൽമാസിന് ഇപ്പോൾ കൽമാസ് നിങ്ങൾക്ക് അറിയാം എന്തുണ്ട് നിങ്ങൾക്ക് അറിയാണ്ടേ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് എന്താ സാധനം കൊണ്ടുവരാം നിങ്ങൾക്ക് ട്രൈ ആക്കായോ നാളെ കൊണ്ടുവരാം ചെറി മിൽക്ക് പഴം ഐസ് പഞ്ചാര പഞ്ചാര കടല ചെരി കുത്തുള്ള വടി ഉണ്ടല്ലോ ഒക്കെ കണ്ട പേര് മറ്റേ മറ്റേ കുത്താള വടി കുത്താള 2 വടി ഉണ്ട് ഫൈനലി നമ്മൾ ഇടുന്ന ചായയും അവിൽ മിൽക്ക് കാടമുട്ട പിന്നെ കലുമക്കായി പാനിപ്പൂരി കുറേ എല്ലാ സാധനവും ടേസ്റ്റ് ആക്കി അതിൽ കാര്യമായ നല്ല ടേസ്റ്റ് പിടിച്ചെന്നില്ല ഒന്ന് അവിൽ മിൽക്ക് കാര്യമായ അവിൽ മിൽക്ക് പിന്നെ കാടമുട്ട നോർമൽ നമ്മൾ നാട്ടിൽ തിന്ന പോലെ അതന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് ഇപ്പോൾ അവിൽ മിൽക്ക് സൂപ്പർ അവിൽ മിൽക്കാണ് നമ്മൾ നാട്ടിലെല്ലാം കിട്ടുന്ന അവിൽ മിൽക്കല്ലോ കിട്ടാത്തതൊന്നുമല്ല പക്ഷെ ആടെല്ലാം എന്താ പറയുക പഴത്തിനില്ല ബായക്ക അത്ര കുത്തിയിടുന്നില്ല കുറേ പാലും പിന്നെ കടല അങ്ങനത്തെ അധികം ഇവിടെ എന്തെങ്കിലില്ല നല്ല ഇതുണ്ടാവും എന്ത് പഴമില്ല നല്ല പഴം ഉണ്ടാവും പിന്നെ കുറച്ച് പാലും പല കട്ടിപ്പാലുണ്ടാവും പിന്നെ നട്ട്സ് അതെല്ലാം ഇട്ടിട്ട് കാരമ നല്ല ടേസ്റ്റ് ആവാം അപ്പോൾ നീ വേറെ ഇവിടെ വിസിറ്റ് ആക്കാം നല്ലൊരു ഹൈവേ സൈഡിലുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് ഇത് ഞങ്ങൾ ഈ ചായ കുടിക്കാൻ അവിടെ ഒരു റീൽസ് കണ്ടിട്ടാണ് വന്നിനെ ഞങ്ങൾ വന്നിട്ട് ഉപ്പളത്ത് 33 കിലോമീറ്റർ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നല്ല വൈബ് എന്ത് ഇരിക്കാം കുടിക്കാം നടക്കാം പോവാം നടക്കാം നല്ലൊരു വൈബ് പ്ലേസ് ഇവിടെ എന്ത് ചോറയൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നമോ ഇങ്ങനെ നല്ല കൂൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ടാവില്ല ഫുള്ള് മല ടൈപ്പുള്ള സാധനം ഇത് നല്ല നല്ല കാര്യമായത് ഇത് റോഡ് സൈഡ് തന്നെ ഉള്ളതാണ് ആ സൈഡ് ചർക്കയുടെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത് ഈ റോഡിൻ്റെ സൈഡിലായിട്ടുള്ള വണ്ടിയെല്ലാം വരുന്നുണ്ട് ഓരോ വണ്ടിയായിട്ട് ഇങ്ങനെ പോയി കൊണ്ടുണ്ട് ഇവിടെ എന്ത് ചോര കാര്യങ്ങളൊന്നുമില്ല ബാല്യന്മാരാടി ഇരുന്നിട്ട് ചായ എല്ലാം കുടിച്ചുകൊണ്ട് ആസ്വദിക്കാം ഇത് പാട്ടായ വൈബ് എടുക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി പ്ലാൻ ആക്കിയത് 35 കിലോമീറ്റർ കുടിച്ച കട്ടൻ ചായ 10 രൂപ കട്ടൻ ചായ 120 ഫ്യൂൽ അടിച്ചിട്ട് വന്നിട്ട് അപ്പോൾ അയാളിനെ കൂടി നമ്മൾ കുറച്ചുകൂടെ വൈബ് എടുക്കാൻ കഴിച്ചു ഇപ്പോൾ കർച്ചേരിയിലെ വ്യൂ പോയിന്റിൽ വന്നിട്ടുള്ള ഹിഡൻ ബൈ വ്യൂ പോയിന്റ് അപ്പോൾ ഇവിടെ കുറച്ച് നമ്മളെ പാട്ടുകാരൻ അയാസ് ഉപ്പള അഞ്ചിക്കട്ടെ ഉപ്പള ഒരു പാട്ട് ക്രിയേറ്റഡ് ബൈ ബാത്തി ആൻഡ് അളിയ ഷമീർ അളിയ ഓട്ടോറിക്ഷ ഉപ്പള അങ്ങനെ നമ്മൾ അയാസ് ബൈ പാട്ട് പാടാൻ പോവാ എല്ലാവരും ക്ലാപ്പും ഒരു സെറ്റപ്പ് ആക്കണേ ഏത് പാട്ട് ആയേ के उसके आए बहार आने के उसके आए बहार कभी बड़ से तेरा मेरे महबूबा ലൈവ് കണ്ടിട്ട് ആരെ കാല
കൈക്കൊട്ടു പെണ്ണെ കുഞ്ചുമാലയിട്ട് കൈക്കൊട്ട് നന്ദിനി കുട്ടിക്കും വാസന്ത കുട്ടനും തത്തുന്നതുണ്ടായ കല്യാണം പാദസരം വേണം കാദസരം വേണം ആശാശട്ടൻ്റെ ആദസരം വാസന്തം വേണം ആശാനും വേണം നാദസോത്തൻ്റെ പാലസണം പായസം വേണമെന്നോ? പക്ഷേ ആയസ് ഭായിന് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ആക്കി നമ്മളെ ഈ പാവാടൊക്കെ മറ്റേ മണിയുടെ പാട്ട് അതന്നെ മമ്മൂട്ടിക്ക് ഒരു പാട്ടിന് ട്രോഫി കൊടുക്കാൻ നമ്മളെ ആയസ് ബാത്തി ഭായി ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പാട്ട് ഗംഭീരമായി പാട്ട് പാടി അപ്പൊ പാവാട വേണം. ഗൈസ് ഫൈനലി ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയ ഗൈസ്. ഇപ്പോൾ ചായയും കടിയും എല്ലാം തിന്നിട്ട് ഇവിടുത്തെ വൈബ് എടുത്ത് നമ്മൾ അയാസ് ഒരു പാട്ടും പാടി കൽനാട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നുള്ളത് സീ പാർക്കിലേക്ക്. സീ പാർക്കിലൊരു ഉപ്പിട്ട മാങ്ങ പിന്നെ കുറച്ച് ഉപ്പിലിട്ട സാധനം ഉണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഇപ്പോൾ ഞങ്ങളില്ല സീ പാർക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബേക്കൽ പോകുന്ന റൂട്ടിലില്ല സീ പാർക്കില്ല, അവിടെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഉപ്പിലിട്ട മാങ്ങ പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഉപ്പിലിട്ടത് പൈനാപ്പിൾ അങ്ങനത്തെ കുറേ എന്തെല്ലാം ഉണ്ട്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് സീ പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഫുള്ള് സൺസെറ്റ് കാണുന്നുണ്ട്. അവിടെ ബീച്ച് സൈഡാണ്, അത് ബീച്ച് സൈഡ്. അത് ഫുള്ളെല്ലാം കളിച്ചുകൊണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് സീ പാർക്കിൽ അളിയനും ബാത്തി എല്ലാം ഇങ്ങനെ നടന്നിട്ട് ഫ്രണ്ട് പോയിക്കൊണ്ടുള്ള ഇവിടെ. അപ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റീസ് എല്ലാം ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഉപ്പിലിട്ടത് ഇതെല്ലാം ഇവിടെ മരത്തിൽ കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതിനെ കുറച്ച് ഫുഡെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ കാണിച്ചറിയാം നോക്കിയാൽ. ഫൈനലി അല്ലെ കുറച്ച് സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ. വല്ല ഉപ്പിലിട്ട മാങ്ങ എന്തെല്ലാം ഉണ്ട്. ഇതാ പപ്പായ. ആയസതിൻ്റെ ഫീഡ്ബാക്ക് പറയണോ എങ്ങനെ തിന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന്? എങ്ങനെ ആയസ യോപ്പാന്നാ ഗൈസ്. ഫൈനലി നമ്മളിതാ നീ മാങ്ങ എടുത്തതാ. അങ്ങനെ മാങ്ങയും പിന്നെ കക്കറിയും കുറച്ച് ഉപ്പിലിട്ട് എന്തെല്ലാം ഉണ്ട്, ചെറുപുളിയല്ലോ എല്ലാം പൈനാപ്പിൾ എല്ലാം ഉണ്ട്. ഇതൊക്കെയാ നമ്മളെ ബാത്തിയോട് വെച്ച് നോക്കാം. ബാത്തി എങ്ങനെ ഉണ്ട്? ബാത്തി അയ്യോ ജബ്രുള്ളൊക്കെയാന്നാ ഓന് അറബി ദുബൈയിൽ വന്നില്ല കള്ള അറബി. ഇതായത് എങ്ങനെ 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 പറഞ്ഞോ അതിനെ കുറിച്ച് എന്തോ ഫീഡ്ബാക്ക് പറയാൻ പോയത്. പക്ഷെ അവൻ്റെ കക്കറി വലുതുണ്ടല്ലോ ഗൈസ്. ഫൈനലി ഇപ്പോൾ ഞാനിപ്പോൾ കക്കറി ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നില്ല എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഫീഡ്ബാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അയ്യോ ഒപ്പ കാര്യമായ ടേസ്റ്റ് ആവാം. കക്കറി ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് നല്ല കാര്യമായ ടേസ്റ്റ് നല്ലുണ്ട്. എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ബേക്കൽ പോകുന്ന കാസർഗോഡ് നിന്ന് ഒരു 5-8 കിലോമീറ്റർ ഉള്ളത്. അപ്പോൾ പോകുന്ന ബൈക്കിലായി നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇവിടെ വേണ്ടിയല്ലോ പൈനാപ്പിൾ, കക്കറി, മാങ്ങ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ നോക്കിയാൽ ഈ സീ പാർക്ക് സൺഡേ ആകുമ്പോൾ കുറച്ച് നല്ല പബ്ലിക് ഉണ്ടാകുന്നു ഇവിടെ ഫുള്ള്. അപ്പം നീൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നുള്ളതല്ല ബീച്ചാകുമ്പോൾ കുറച്ച് പുള്ളെല്ലാം കളിച്ചോണ്ടെല്ലാം ഉണ്ട് അവിടെ വയ്ക്കുക. സൺസെറ്റ് കാര്യമായ സൺസെറ്റ് എടുത്ത കഴിച്ചിടൊക്കെ പൈനാപ്പിൾ ഉണ്ട്, മാങ്ങ, പിന്നെ കക്കരി, ഇതോ നമ്മളെ ഇതുണ്ട് ബത്തക്ക, പപ്പായി, കുറേ ഇങ്ങനെ ടേസ്റ്റ് എല്ലാം ഉണ്ട്. ഇതോ വീടിനെ തിന്നിട്ടല്ലോ ഉപ്പിലിട്ട കുറച്ചോ വെറൈറ്റീസ് എല്ലാം ഉണ്ട് ഇവിടെ. തിന്നിട്ട് ഇപ്പോൾ നേരെ പോകുന്നുള്ള മൂവിക്ക്. ഇപ്പോൾ കാസർഗോഡിൽ മമ്മൂട്ടിൻ്റെ ഇതോ പുതിയ മൂവി വന്നിട്ടുണ്ട്, പേര് ഏതായാലോ. അപ്പോൾ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നേരെ പോകേണ്ടത് മൂവിക്ക്. അപ്പോൾ ബീച്ചിൽ പോകാൻ വേണ്ടി വിചാരിച്ചത് നല്ല സൺസെറ്റ് ഉണ്ട് ബാക്ക്. പക്ഷേ അവിടെ പോയാൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടാകുമ്പില്ല. അപ്പോൾ നേരെ വിടുന്നില്ല മൂവി. ഈ ഏത് മൂവിക്ക് വന്നേ? ഏത് മൂവി ഏത്? പറക്കുംതള്ളിക്ക തല മമ്മൂട്ടിൻ്റെയാ? ലേഡീസ് പർസാ ഗസ്. ട്രെയിനും പോകുന്നുണ്ട് ഇടയിൽ. ഏതാ ട്രാക്കില്ല? എങ്ങനെ എങ്ങനെ എങ്ങനെയാ ഇടയിലല്ല ട്രാക്കിൽ പോകുന്നല്ലോ. ഗായ്സ് ഞങ്ങൾ യാത്ര തുടരുന്നു. അടുത്ത ഞങ്ങൾ പോകുന്ന ഒരു സിനിമക്കാണ്. മമ്മൂക്കയുടെ സിനിമയുടെ പേര് ഡൊമിനിക്. കയ്യില് മൈക്ക നമ്മ സംസാരം ഒന്ന് ക്ലിയർ ആയി കേൾക്കാൻ വേണ്ടി. ടൗണിൽ എത്തി നോക്കിയാ ഫുള്ള് ട്രാഫിക് ഇവിടെ, ഫുള്ള് ബ്ലോക്ക് നോക്കിയാ. ഇപ്പോൾ മൂവിക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഫുള്ള് ട്രാഫിക് വന്നിട്ട് ബ്ലോക്ക് ഇടാം. അപ്പോൾ ആളിൻ്റെ ഒരു വെയിറ്റ് ആയിക്കൊണ്ടുള്ളവർ കാണുന്നില്ല. അപ്പോൾ ബാക്കിൽ നിന്ന് വരുന്നുണ്ടെന്ന് അറിയാമല്ല, ഇങ്ങനെ ഓരോ വെയിറ്റ് ആയിക്കൊണ്ടത് സൈഡാക്കിയിട്ട് വണ്ടി.
ഗൈസ് ഫൈനലി മൂവി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മൂവി മാക്സിൽ വന്നിട്ടുണ്ട് ഇവിടെ. കാസർഗോഡ് മൂവി മാക്സിൽ വന്നിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ മമ്മൂട്ടീൻ്റെ നല്ല മൂവി ഉണ്ടെന്ന് പറഞ്ഞ്. അത് ഏത് മൂവിന്ന് അറിയാലോ, ഞാൻ മൂവി കണ്ടിട്ടാണ്. അങ്ങനെ മൂവി നോക്കാൻ വേണ്ടി ഇങ്ങനെ നടത്തിയിട്ട് മുകളിലേക്ക് പോകുന്നില്ല. അയാസ് അളിയൻ്റെ ഓരല്ലോ മുകളിലേക്ക് എത്തി നടത്തിയിട്ട്. ഞങ്ങൾ രണ്ടാളി ഇപ്പോൾ നടത്തിയിട്ട് പോയിക്കൊണ്ടുള്ള മുകളിൽ മൂവി നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വന്നിട്ട് ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് ഒരാൾക്ക് 130 രൂപ വരുന്നേ. അപ്പോൾ മൂവി എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ, മൂവി പോയിട്ട് കണ്ടിട്ടായിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ചെയ്യാൻ പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മൂവി മാക്സിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോൾ. മതി എത്ര 120 അല്ല? कैबिन नहीं ना इसमें आज जरा भाई ने अड़के मूवी है खाना अरे दो मारना है മൂവി വെക്കാൻ വേണ്ടി തിയേറ്ററിനുള്ളിൽ വന്നിട്ട് തുടങ്ങിയിട്ട് എത്ര ആൾക്കാരിൽ ഇപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. അതായത് ഉറങ്ങിയാന്തോ. ഗൈസ് ഫൈനലി ഞങ്ങൾ മൂവി കണ്ട് മൂവി തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിപ്പോൾ മൂവി നല്ല പാങ്ങണ്ട്, സസ്പെൻസ് മൂവി നല്ല മജുണ്ടായിന്. അങ്ങനെ മൂവിയെല്ലാം കണ്ട് എൻജോയ് ആക്കി, പിന്നെ പോപ്കോൺ തിന്ന് ജ്യൂസ് കുടിച്ച് എല്ലാം ചെയ്ത്. പിന്നെ അപ്പോൾ ഞാൻ മൂവി തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ വ്ളോഗിനെ എടുക്കാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. സേഫ് റൈഡ് ബി ഹാർഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.